ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ ഉസ്താദുമാർ, കാരണവന്മാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഫെസ്റ്റിൽ ധാരാളം മത്സര പരിപാടികൾ നടക്കാനുണ്ടായിരിക്കും. കൂടുതൽ സമയം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാന്യരായ ഒളവട്ടൂർ ഉസ്താദ് വളരെ ആഴത്തിലുള്ള ചിന്തകൾ നമുക്ക് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പാടാനും പറയാനും സംവദിക്കാനും ഇരിക്കണം. നമ്മൾ പാടുന്നതും പറയുന്നതും സംവദിക്കുന്നതും നമ്മളോട് മാത്രമായി ചുരുങ്ങുന്നില്ല, മറിച്ച് ലോകത്തോട് വ്യവസ്ഥിതിയോട് സംവദിക്കാനും സംഭാഷണം നടത്താനും നമുക്ക് സാധിക്കണം. എൻ്റെ മുന്നിൽ കുറച്ച് രക്ഷിതാക്കൾ, കുറച്ച് പാരൻസ് ഇരിക്കുന്നുണ്ട്. ഞാൻ അവരോടല്ല, പിറകിലുള്ള ആൾക്കാരോട് ഇങ്ങനെ ചില കാര്യങ്ങൾ ചോദിക്കണം. ഏറ്റവും പിറകിൽ നിന്ന് ഉത്തരങ്ങൾ വരണം. വരില്ലേ? ചോദ്യം കേൾക്കുന്നില്ലേ? ഇല്ലേ? അപ്പോൾ ഞാൻ ഫ്രണ്ടിലുള്ള ആൾക്കാരോടല്ല ചോദ്യം. അപ്പോൾ ഒരു പ്രയാസപ്പെടേണ്ടതില്ല എന്ന് മുൻകൂർ ജാമ്യം എടുത്തതാണ്. തൊട്ട് പിറകിലുള്ള മുത്തഅല്ലിമീങ്ങളോടാണ് ചോദ്യം. എന്താണ് കല? എന്താണ് സാഹിത്യം? ആർക്കെങ്കിലും അറിയാം എന്താ കല, സാഹിത്യം എന്ന്? നമ്മളിപ്പോഴും ഇങ്ങനെ പറയും കലയ്ക്കും സാഹിത്യത്തിനും വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ എന്താണ് കല, എന്താണ് സാഹിത്യം? ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് പറയാം. ആ ഒരാൾ വന്നില്ലേ അറിയോ? ചോദ്യം കേൾക്കുന്നില്ല എന്ന് സംശയമുണ്ട്. ഏറ്റവും പുറകിൽ കേൾക്കുന്നുണ്ട് ചോദ്യം? ഉണ്ട്? ഉണ്ടോ? നിങ്ങൾ ഉത്തരം പറയൂ. എന്താണ് കല, എന്താണ് സാഹിത്യം? എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നൊരു ഉത്തരം പറഞ്ഞാൽ മതി. ശരിയായിക്കൊള്ളുന്നില്ല, ഒന്നും കിട്ടിയില്ല ഒരു പഴംപരി എന്ന് പറഞ്ഞാൽ മതി. നല്ലതൊരു ഉത്തരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചോദ്യത്തോട് നീതി പുലർത്തിയല്ലോ. ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് ആരും മിണ്ടാണ്ടിരുന്ന എനിക്കൊരു വിഷമാവില്ലേ? പ്ലീസ്. ആരും മിണ്ടുന്നില്ലല്ലോ. ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റാണ്ട് അയാൾക്ക് കിട്ടുന്നൊരു ഉത്തരം പറഞ്ഞാൽ മതി. മോശമായിട്ടോ ആരും പറഞ്ഞില്ലെങ്കിൽ? ആർക്കും അറിയില്ല. എന്നാൽ കലയ്ക്കും സാഹിത്യത്തിലേക്കും പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ അക്ഷരങ്ങൾ എന്ന് നമ്മൾ പറയാറില്ലേ? ഹർഫ് ഇല്ലേ? ലെറ്റേഴ്സ്, അക്ഷരങ്ങൾ. എന്താണ് അക്ഷരം എന്നാൽ എന്താണ്? അതിന് ഉത്തരല്ലേ പഠിച്ച തമ്പുരാന്? ആർക്കും ഉത്തരം അറിയില്ല. എന്നാൽ അറിയില്ല എന്ന് നിങ്ങൾ പറയോ? പ്ലീസ്. ഉത്തരം അറിയില്ല എന്ന് പറയോ? ഉത്തരം അറിയോ? അറിയോ? ഉച്ചത്തിൽ പറയട്ടോ. എൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ്. അറിയോ? ഇല്ലേ? അറിയില്ല. അപ്പോൾ ശരിക്കും നമുക്ക് അവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കലയും സാഹിത്യവും അക്ഷരങ്ങളും അല്ല സത്യത്തിൽ അക്ഷരവും കലയും സാഹിത്യവും എന്ന് പറയുന്നത് പറയാനാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അക്ഷരം എന്നതിൻ്റെ മലയാള മൊഴിഭേദം ക്ഷരം സംഭവിക്കാത്തത് എന്നാണ്, നാശം സംഭവിക്കാത്തത് എന്നാണ്. ഞാൻ മറക്കൂലല്ലോ. അക്ഷരം, ക്ഷരം സംഭവിക്കാത്തത്, നാശം സംഭവിക്കാത്തത്. അതാണ് ശരിക്കും ഇൽമ് അല്ലേ? നാശം സംഭവിക്കാത്തതല്ല ഇൽമ്. അങ്ങനെ തന്നെയല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? നീ അറിവ് സമ്പാദിക്കണം, അറിവ് നശിച്ചു പോകാത്തതാണ്, അറിവ് നിന്നെ സംരക്ഷിക്കും. അങ്ങനെയല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? അതേ സമയത്ത് നീ ധനം സമ്പാദിച്ചാൽ ധനത്തെ നീ സംരക്ഷിക്കേണ്ടി വരും, ധനത്തിന് നിന്നെ സംരക്ഷിക്കാനാവില്ല. ഇതല്ലേ നിയമം? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകളിൽ ഇങ്ങനെ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അറിവ് എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷരം സംഭവിക്കാത്ത, നാശം സംഭവിക്കാത്തൊരു മൂല്യമാണ്. അതാണ് നേരത്തെ ഒളവട്ടൂർ ഉസ്താദ് യഖ്റ, വായിക്കുക, സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് പറയുന്ന കാലം എത്ര കലുഷമാണെന്ന് ആലോചിച്ച്. ഏറ്റവും ഭീകരമായി നിൽക്കുന്ന ഒരു കാലത്ത് വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്ന സന്ദർഭത്തിൽ ഈ വേദനാദത്തിൻ്റെ സ്വരതരംഗം ആദ്യമായി രൂപപ്പെടുന്നത് ഇഖ്റ, വായിക്കുക എന്നാണ്.
സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ വായിക്കുക, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുധാരനെത്രയ നാഥൻ എന്ന് പറഞ്ഞിട്ടാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ലോകത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളോടുമുള്ള പ്രതിരോധമാണ് എഴുത്ത്, വായന, കല, അക്ഷരം എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പ്രയാസമല്ലേ ഞാൻ പറയുന്നതിൽ? ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. അപ്പം നമുക്ക് ശരിക്കും ഇത്തരത്തിലുള്ള എല്ലാ അനീതികളോടും പൊരുതണമെങ്കിൽ നമ്മൾ ആദ്യം ആർജിക്കേണ്ട സാധനം എന്താണെന്ന് മനസ്സിലായി? അത് അക്ഷരമായിരിക്കും, അല്ലേ? എഴുത്തും വായനയായിരിക്കും. ഇതാണ് അക്ഷരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചൊരു സംഭവം. ഇനി കല, സാഹിത്യം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു വിവിധ വ്യാഖ്യാനങ്ങളിലൊന്ന്, ഞാൻ എനിക്കിഷ്ടമുള്ളൊരു വ്യാഖ്യാനം സൂചിപ്പിക്കുകയാണ്. കുറേ വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറയാണ്, അനുഭവങ്ങളുടെ ഉൾക്കടലുകളിലേക്കുള്ള സഞ്ചാരമാണ് കല, സാഹിത്യം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായണോ എനിക്കറിയില്ല, അല്ലാഹു അഅലം. പ്രയാസമായില്ലല്ലോ? ആർക്കെങ്കിലും പ്രയാസമായിണോ? ഈ നമുക്കെപ്പോഴും നല്ല മാനസിക സുഖമുണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുക. നിങ്ങൾ ശ്രദ്ധിച്ചോണോ എനിക്കറിയില്ല, അല്ലേ? നമ്മൾ നല്ല റിലാക്സായിട്ട് ഉറങ്ങുന്നത് എപ്പോഴായിരിക്കും? നല്ല മാനസിക സുഖം ഉണ്ടായിരിക്കുമ്പോഴേ. ക്ലാസ് റൂമിൽ നമ്മൾ എപ്പോഴും കൂടുതൽ ഉറങ്ങുന്നത് മാത്തമാറ്റിക്സിൻ്റെ പീരീഡ് ആയിരിക്കും. PT പീരീഡ് ആരെങ്കിലും ഉറങ്ങലുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. മാത്തമാറ്റിക്സ് നമുക്ക് നല്ല സുഖമാണ്. കാരണം വേറെ ശല്യങ്ങളൊന്നും ഏൽക്കാത്ത വിധം നമ്മളെ മനസ്സ് വളരെ ക്ലിയറാണ്, വേറെ ഒന്നും അകത്തേക്ക് വരില്ല. അപ്പോൾ സുന്ദരമായിട്ട് ഉറങ്ങാൻ പറ്റും. മനസ്സിലായോ എനിക്കറിയില്ല? മനസ്സിലായിണല്ലോ അല്ലേ? യെസ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതേപോലെ അനുഭവങ്ങളുടെ ഉൾക്കടലുകളിലേക്ക് സഞ്ചരിക്കണം. എങ്ങനെയാണ് അനുഭവങ്ങളുടെ ഉൾക്കടലുകളിലേക്ക് സഞ്ചരിക്കുക? നിങ്ങൾ, ഞാൻ എൻ്റെ ജീവിതത്തെ, എൻ്റെ അനുഭവങ്ങളെ എനിക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ സമ്പൂർണ്ണമായ സമർപ്പണം എന്ന് പറയുന്ന ഒരു തീമിനകത്ത് നിൽക്കുമ്പോൾ ബഹുമാന്യരായ ഒളവട്ടൂർ ഉസ്താദ് ലാസ്റ്റ് പറഞ്ഞൊരു ഭാഗം ശരിക്കും അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ശരിക്കും നമ്മളെ അനുഭവങ്ങളിലൂടെ ഒരു ജീവിതത്തെ, ഒരു സത്യത്തെ പ്രകാശിപ്പിക്കണം. ഈ ജീവിത പദങ്ങളിൽ നിന്നൊരു സത്യത്തെ പ്രകാശിപ്പിക്കുന്നിടത്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരിക്കും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. എന്ത് ചെയ്യും എന്നുള്ളതിന് രണ്ടർത്ഥം ഉണ്ടായിരിക്കും. ഒന്ന്, എന്ത് ചെയ്യാനോ, ഒന്നും ചെയ്യാനില്ല. അതൊരു നിരാശയുടെ വാക്കാണ്. പക്ഷെ നബിതങ്ങൾ അങ്ങനെയല്ല. എന്തെങ്കിലും ചെയ്യണം എന്നതാണ് എന്ത് ചെയ്യും എന്നതിൻ്റെ അർത്ഥം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതൊരു പ്രതീക്ഷയുടെ ഒരു വഴിയാണ്. ഈ പ്രതീക്ഷയുടെ വഴിയിൽ നിന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിവർത്തനത്തിന് വേണ്ടി ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അപ്പോഴാണ് അറേബ്യയിൽ പരിവർത്തനം ഉണ്ടാകുന്നത്. നബിതങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് തോമസ് കാർലൈൻ. ഈ തോമസ് കാർലൈൻ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു ഭാഗം എങ്ങനെയാണ്, ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും അപരിഷ്കൃതരായ ഈ സംഘർഷത്തിലേർപ്പെട്ടിരുന്ന അറബ് നാടോടി സമൂഹങ്ങളെ, ഗോത്രവർഗ സമൂഹങ്ങളെ പരസ്പരം ചേർത്തു നിർത്തി സ്നേഹത്തിലും മമതയിലും, ഇതാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ച ചരിത്ര വിസ്മയമെന്ന് തോമസ് കാർലൈൻ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു പരിവർത്തനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ഒരു ജീവിതത്തെ പ്രകാശിപ്പിക്കുകയായിരുന്നു. കാരണം തന്നെയല്ലേ മുത്തുനബി നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഒരു പ്രഭാഷകനായിട്ടല്ല വന്നത്, അങ്ങനെയല്ലല്ലോ. അല്ല, ഒരു എഴുത്തുകാരനായിട്ടല്ല, അങ്ങനെയല്ലല്ലോ. പിന്നെ ഒരു സത്യമായ ഒരു ജീവിതത്തെ ആവിഷ്കരിക്കുകയും അതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്തു എന്നതാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധ്യമാക്കിയ ഒരു വലിയ വിപ്ലവം. സുഹബത്താണ്, സഹവാസം ഉണ്ടാക്കുക. 10 ആളുകൾക്കിടയ്ക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ആ 10 ആളുകൾക്കിടയിൽ നമ്മളെങ്ങനെ വ്യത്യസ്തനാകുന്നു? അതെങ്ങനെ നമ്മൾ വ്യത്യസ്തനാകുക? നിങ്ങൾ ആലോചിച്ചോണം, എനിക്കറിയില്ല. അല്ല, ഇപ്പം നിങ്ങൾ പിന്നെ എജു ക്യാമ്പസിൽ നിന്ന് നിങ്ങൾ നാട്ടിലേക്ക് പോയാൽ നിങ്ങളെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനിൽ, ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ വ്യത്യസ്തരാണോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? പ്ലീസ് സഹകരിക്കൂ. യെസ് ഓർ നോ? യെസ്. എന്തുകൊണ്ടാണ് നിങ്ങൾ വ്യത്യസ്തരായത്? ഒരാരും പൂശാത്തൊരു അത്ര നമ്മൾ പൂശിയെന്നുള്ളതുകൊണ്ടാ? പിന്നെന്താണ് നമ്മളെ വ്യത്യസ്തത? നമ്മളെ വേഷത്തിലെ വ്യത്യാസമല്ലേ? ഉണ്ട്. വേഷത്തിൽ മാത്രം വ്യത്യാസം ഉണ്ടായാൽ പറ്റുമോ? പറ്റില്ല. പിന്നെ എവിടെയായിരിക്കും വ്യത്യാസം ഉണ്ടായിരിക്കുക? അനുഭവങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം, പ്രകാശനങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ഒരു 10 ആൾ ഒരു ടേബിളിനകത്ത് ഭക്ഷണം കഴിക്കുന്നിടത്ത്, ചായ കുടിക്കുന്നിടത്ത് 9 ആളുകളിൽ നിന്ന് 10ാമത്തെ ആൾ വ്യത്യസ്തനാകുന്നത് എങ്ങനെയായിരിക്കും? അല്ലേ? ഭക്ഷണത്തോടുള്ള ആർത്തി കാണിക്കുമ്പോഴാവുമോ? അപ്പോൾ അയാൾ വ്യത്യസ്തനാവും. പക്ഷെ അല്ല, അതല്ല നമ്മളല്ലേ വ്യത്യാസം? അല്ലല്ലോ, അതല്ല നമ്മളെ വ്യത്യാസം. ഈ 10 ആളുകൾക്കിടയിൽ നിന്ന് നമ്മൾ ഉയർത്തുന്ന ഒരു ബിസ്മിയാണ് 9 ആളുകൾക്ക് വിശുദ്ധ മതത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ലളിതമാണ്. അതിനൊരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏറ്റവും ലളിതമായിട്ട് ഒരു പ്രകാശനം സാധ്യമാക്കാൻ കഴിയുന്നുണ്ട്. അതാണ് കല, അതാണ് സാഹിത്യം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം.
നമ്മളൊരു 10 പേര് ഒരുമിച്ച് യാത്രയാണ്. ഒരു നമ്മളെ സുഹൃത്തുക്കളെല്ലാവരും കൂടി നമ്മൾ പഠിച്ചു പോയ കാലത്തുള്ള 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെല്ലാവരും കൂടി യാത്ര ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ യൂണിറ്റിലെ SSFൻ്റെ അല്ലെങ്കിൽ സംഘടനാ ഭാരവാഹികൾ ഒരുമിച്ച് യാത്ര ചെയ്യാണ്. തസ്കിയത്തിന് വിധേയമായവരും അല്ലാത്തവരും ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ആ യാത്രയിൽ നമ്മൾ പുലർത്തുന്ന ചില പ്രകാശനങ്ങളാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ സംസ്കരണ വിധേയമാക്കുന്നത്. ഞാൻ നല്ലൊരു യാത്രയായി, ദീർഘമായ യാത്രയായി. എൻ്റെ കൂടെ വേറെ 3 പേരുണ്ട്. ആ 3 പേര് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് കുറേ ദൂരെ എത്തിയപ്പം നമുക്ക് എന്ത് ചെയ്തു, ജമ്മും കസറും ആക്കണം. അപ്പോൾ കൂടെയുള്ള ആൾക്കാർ എന്ത് ജമ്മും കസറും ആക്കാൻ 100% അതിൻ്റെ എന്ത് ചെയ്തു സംഗതികൾ അറിയില്ല. നമ്മൾ ഈ സംഘടനാ രംഗത്ത് ഇങ്ങനെ ഉസ്താദന്മാരുടെ കൂടെ നിരന്തരം പോയതുകൊണ്ട് കാര്യമായി പഠിച്ചു വെച്ചൊരു മസാല ജമ്മും കസറുമാണ്. അപ്പോൾ എന്ത് ചെയ്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചെന്ന് നോക്കിയപ്പം ജമ്മും കസറും നിസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം ഒരു യാത്രയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ നടന്നപ്പം നമ്മൾ അൽഫാം തിന്നിട്ടുണ്ട്, നമ്മൾ ചായ കുടിച്ചിട്ടുണ്ട്, നമ്മൾ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചിട്ടുണ്ട്, നമ്മൾ തമാശകൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊക്കെ ഏറ്റവും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു പ്രകാശന സാധ്യതയുണ്ട്. അത് ശരിക്കും ഒരനുഭവത്തിൻ്റെ പ്രകാശനമാണ്. ഈ അനുഭവങ്ങളുടെ പ്രകാശം ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുമ്പോൾ വിശുദ്ധ മതം ഏറ്റവും മനോഹരമായി നിലനിൽക്കുന്നതാണ്. ധാരണപ്പിശകുകൾ നീങ്ങുമെന്നതാണ്. സി രാധാകൃഷ്ണൻ നിങ്ങൾ കേട്ടണോ അല്ലേ? നമ്മുടെ നാട്ടിൽ തെങ്ങ് കയറാൻ പോണ ആളല്ല രാധാകൃഷ്ണൻ. ചിലപ്പോൾ അയാളെ പേരും അതായിരിക്കാം. സി രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ്. ആരെങ്കിലും കേട്ടണോ അയാളെ? കേട്ടിട്ടില്ല? സി രാധാകൃഷ്ണനെ നിങ്ങൾ എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ അയാളെ പുസ്തകങ്ങൾ വായിക്കണം. നല്ല ഭാഷയും നല്ല സാഹിത്യമൊക്കെ ഉള്ള നല്ലൊരു എഴുത്തുകാരനാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കാരനാണ് അദ്ദേഹം. ചമ്രവട്ടം ആ പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ നടക്കുന്ന സമയങ്ങൾ പലപ്പോഴും അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ സി രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒരു തോണിയിൽ യാത്ര ചെയ്യണം. തോണി കടവ് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത്, കടവിൽ തോണിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്നും പ്രായം ചെന്ന കള്ളിമുണ്ടുടുത്ത് ഒരു ബനിയൻ മാത്രം ധരിച്ച്, ഷർട്ടൊന്നുമില്ല, ഒരു ബനിയനിട്ട് ഒരു മുണ്ടുകൊണ്ട് ഇങ്ങനെ തലയിൽ വരിഞ്ഞ് കെട്ടിയിട്ട് ഒരു വല്ലിപ്പ എന്നും തോണിയിലുണ്ടാവും. തോണിയിൽ ഇയാൾ കയറുമ്പോൾ ഇയാൾക്ക് തോണിയിൽ കയറാനൊക്കെ പ്രയാസങ്ങളുണ്ട്. ശാരീരികമായി ചില ക്ഷമതയുടെ ഒരു അഭാവം അയാൾക്ക് അനുഭവിക്കുന്നുണ്ട്. ഇയാളെ കയ്യിലാണെങ്കിൽ ഇയാളൊരു വെറ്റില കച്ചവടക്കാരനാണ്. 2 തരം വെറ്റിലക്കെട്ടുകളുണ്ട്. 2 തരം വെറ്റിലക്കെട്ടുകൾ 2 കയ്യിലും താങ്ങിപ്പിടിച്ച് ഇയാളിങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ഈ തോണിക്കകത്തേക്ക് കയറുന്നത് സ്ഥിരമായി കാണുന്നുണ്ട് സി രാധാകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഉപ്പ നിങ്ങൾ ഈ 2 കെട്ട് കൈ താങ്ങി പിടിച്ച്? ഇത് സത്യത്തിൽ ഒരു കെട്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരൊറ്റ കെട്ടാക്കിയാണ്ട് തലയെ വെച്ചാണ് നേരാണ്ട് കയറി ഞങ്ങൾക്ക് പ്രയാസങ്ങളൊന്നും അനുഭവിക്കാതെ കയറി യാത്ര ചെയ്യാലോ എന്ന് സി രാധാകൃഷ്ണൻ ഈ വല്ലിപ്പയോട് ചോദിച്ചത്രേ. ആ വല്ലിപ്പ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അത് പറ്റില്ലെന്ന്. അതെന്താ 2 കെട്ടാക്കാൻ പറ്റാത്തത്? അപ്പോൾ ഇയാൾ പറഞ്ഞൊരു ന്യായമുണ്ട്. ഇത് ഒരു ദിവസം പഴക്കമുള്ള വെറ്റിലയാണ്, ഇത് ഫ്രഷ് ഇന്നത്തെ വെറ്റിലയാണ്. ഇത് രണ്ടും മിക്സ് ചെയ്താൽ ഒരു വിലക്കാണ് ഞാൻ വിൽക്കുക, അത് ആളുകളെ കബളിപ്പിക്കലോ. അതുകൊണ്ട് എൻ്റെ മതം, എൻ്റെ വിശ്വാസം അതിന് സമ്മതിക്കുന്നില്ല. ഞാനിത് രണ്ടും 2 കെട്ടായിട്ട് 2 വിലയ്ക്കാണ് ആളുകൾക്ക് കൈമാറ്റം ചെയ്യുന്നതെന്ന് സി രാധാകൃഷ്ണനോട് പറഞ്ഞപ്പം രാധാകൃഷ്ണ മാഷ് പറയുന്നുണ്ട്, സിയാർ പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാമിൻ്റെ ഒരു മധുരം ഈ വെല്ലിപ്പയിൽ നിന്ന് അനുഭവിച്ചു. പൊന്നാനിക്കാരനായ ഒരു അമുസ്ലിം എഴുത്തുകാരൻ പറയാണ്, ഞാൻ ഇസ്ലാമിൻ്റെ മധുരം ശരിക്കും ഞാൻ അനുഭവിക്കുകയാണ് സിയാറിൽ. ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചു നോക്കിയാൽ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഏറ്റവും ലളിതമായി ഒരു സത്യത്തെ പ്രകാശനം ചെയ്യുന്നു എന്നതാണ് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ ജീവിതത്തിൽ, നമ്മളെ വാക്കുകളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ സാമൂഹ്യമായ സങ്കേതങ്ങളിൽ, നമ്മുടെ രാഷ്ട്രീയ ബോധത്തിൽ, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ജ്ഞാനാന്വേഷണങ്ങളിൽ, നമ്മുടെ യാത്രകളിൽ, അല്ലേ, നമ്മുടെ ഭക്ഷണശാലകളിൽ, നമ്മുടെ കുടുംബയോഗങ്ങളിൽ, നമ്മുടെ ഇങ്ങനെ സായാഹ്നങ്ങളിൽ ഒക്കെ നമ്മൾ ഇതിനൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയൊരു മഹാവിപ്ലവം സാധ്യമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ നമ്മളെപ്പോഴാണ് ഇതിനൊക്കെ പിശുക്കി വെക്കുന്നത്? ഒരു അനുഭവം ആരോടും പറയണ്ട. നേരത്തെ ബഹുമാന്യരായ ഉള്ളോട്ട് ഉസ്താദ് ഉസ്താദ് പങ്കുവെച്ച ആശയത്തെയാണ് കൈമാറ്റം ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉസ്താദ് കൈമാറ്റം ചെയ്ത ഒരു ആശയത്തെ പങ്കുവെക്കാനുണ്ട്. ആ ആശയത്തെ അതിശയോക്തിയില്ലാത്ത വിധം അതിനെ സത്യസന്ധമായി നമ്മൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നിടത്ത് അതിന് വലിയ പ്രാധാന്യം ഉണ്ടാവും, അതിന് വലിയ സ്വീകാര്യത ഉണ്ടാവും. നിങ്ങളെ ഉമ്മയ്ക്ക് ആവശ്യമുണ്ട്, നിങ്ങളെ ഉസ്താദ് എന്താ പറഞ്ഞതെന്ന് കേൾക്കാൻ നിങ്ങളെ ഉമ്മ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങളെ താത്ത കാത്തിരിക്കുന്നുണ്ട്, നിങ്ങളെ വീട്ടുകാർ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങളെ ഉപ്പാക്ക് വലിയ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ശരിക്കും സംഭവിക്കുന്നത് അവരിൽ ഒരു പരിവർത്തനം ഉണ്ടാകുന്നുണ്ട് എന്ന ഒരു സത്യമാണ്. നമ്മൾ വിചാരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ തമാശയാക്കും, വെറുതെ എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും അകത്ത് ഒരു സത്യം, ഒരു സംസ്കരണം പതുക്കെ നടക്കുന്നുണ്ട്. ഇത് നമുക്ക് ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്ന് ഞങ്ങളോട് സൂചിപ്പിക്കുന്നത് എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു പരിവർത്തനം എന്ന് പറയുന്നത് വാക്കുകളിലൂടെയാണ്. വാക്കിനൊരു മാസ്മരികമായ ശക്തി ഉണ്ടെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വാക്കുകൾക്ക് മാസ്മരിക ശക്തിയുണ്ട്. അതാണ് ശരിക്കും പ്രഭാഷണ കലയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്.
നമ്മുടെ നാട്ടിലെ പ്രഭാഷണങ്ങളുടെ ഒരു പ്രശ്നം പറഞ്ഞാൽ പലതും അപസ്മാര പ്രകടനങ്ങളാണ്. കയ്യും കാലൊക്കെ അടിച്ച് ആകെ പ്രശ്നമായി, ആകെ വിയർത്ത് നാറി, പിന്നെ പ്രസംഗം കഴിഞ്ഞ് കൊണ്ടുപോയി കുളിപ്പിച്ചാണ്ട് മാറ്റി കൊണ്ടാണ്ടി വരും. ആ രൂപത്തിലേക്ക് ഒരു തരം അപസ്മാരങ്ങളുടെ ഇളകലാണ് നമ്മളെ പ്രഭാഷണങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏറ്റവും ലളിതമായി മനുഷ്യരോടുള്ള അല്ലെങ്കിൽ ഈ ആശയവിനിമയം നടത്തലാണ് ശരിക്കും പ്രസംഗം, അല്ലേ? ഏറ്റവും നന്നായി ആൾക്കാരോട് സംസാരിക്കുക, നല്ല വാക്കിൽ സംസാരിക്കുക, മാന്യമായി സംസാരിക്കുക. സുകുമാർ അഴീക്കോട് കേരളം കണ്ട ഏറ്റവും മികച്ച പ്രഭാഷകനാണ്, മരിച്ചുപോയ അയാൾ ശരിക്കും പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ഈ വലിയ ബഹളം വെച്ചല്ല സംസാരിക്കേണ്ടേ, എത്ര ബഹളം ഉണ്ടാക്കാൻ പറ്റും അത്ര ബഹളത്തിൽ സംസാരിച്ചാണ് ആൾക്കാരെ ഭീഷണിപ്പെടുത്തരുത്. അഴീക്കോട് മാഷ് പറയുന്നത് ഏറ്റവും പിറകിലിരിക്കുന്ന ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടി ഇവിടുന്ന് ബഹളം വെക്കരുത്. ഏറ്റവും പിറകിലുള്ള ആൾക്കാർ കേൾക്കാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ഒച്ച കൂട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെയല്ലേ ജമാഅത്തിൻ്റെയും സംവിധാനം, പിറകിലുള്ള ആൾക്കാർ കേൾക്കാൻ വേണ്ടി ഒച്ചടല്ലേ വേണ്ടേ? അതേപോലെ തന്നെയാണ് ശരിക്കും എന്ത് ചെയ്ത് ആ പിറകിലുള്ള ആൾക്കാർ കേൾക്കാൻ വേണ്ടി ഇവിടുന്ന് ശബ്ദം വർദ്ധിപ്പിക്കില്ല, മറിച്ച് ഒരു പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നു. ആ പിറകിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് ശ്രദ്ധ അയച്ചാൽ കേൾക്കാവുന്ന വിധത്തിൽ മാന്യമായി അക്ഷരങ്ങളെ, ശബ്ദത്തെ ക്രമപ്പെടുത്തണം. ഇതാണ് ശബ്ദവിന്യാസം എന്ന് സാധാരണ പ്രസംഗ മത്സരത്തിൽ നമ്മൾ പറയുന്ന ഒരു 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 എന്ത് ചെയ്തു മത്സരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. അപ്പോൾ വാക്കുകൾക്ക് എപ്പോഴും ഈ മാസ്മരിക ശക്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ മാന്യമായി സംസാരിക്കണം, താളാത്മകമായി സംസാരിക്കണം, നല്ല ഭാഷ സംസാരിക്കണം, അല്ലേ? ശരിക്കും വാക്കുകൾ പരുഷമാണെങ്കിൽ, സംസാരം പരുഷമാണെങ്കിൽ, സ്വഭാവം പരുഷമാണെങ്കിൽ ജനം അങ്ങയിൽ നിന്ന് അകന്നു പോകുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നുണ്ടല്ലോ വിശുദ്ധമായ ഖുർആൻ, അല്ലേ? അങ്ങയിൽ നിന്ന് അകന്നു പോകും, വാക്കുകൾ പരുഷമാകരുത്, സ്വഭാവം പരുഷമാകരുത്. ആളുകൾക്ക് ഏറ്റവും ഹൃദ്യമായി അനുഭവപ്പെടുന്ന വിധത്തിൽ സംസാരിക്കണം. അപ്പോൾ ആളുകൾ പരമാവധികളോട് ചേർന്ന് നിൽക്കും. നമ്മുടെ വലിയ ആലിമീങ്ങളുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് ശരിക്കും അതാണ്. അവരുടെ എന്ത് ചെയ്തു ഈ പ്രയോഗങ്ങളുടെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ രൂപപ്പെടുത്തിയെടുക്കുന്ന അവരുടെ എന്ത് ചെയ്യുന്ന ഒരു വാക്കുകളുടെ അല്ലെങ്കിൽ അവരുടെ അറിവിൻ്റെ ഒരു സൗന്ദര്യത്തിൽ നമ്മളിങ്ങനെ ലയിച്ചിരിക്കുക ചെയ്യാം, അല്ലെ? ആ അറിവിൻ്റെ ഒരു സൗന്ദര്യത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രഭാഷണങ്ങൾക്ക് ഈ ശേഷി ഉണ്ടാകണം. ലോകത്തെ ഏറ്റവും നന്നായി ശ്രദ്ധിപ്പിച്ച ചില പ്രസംഗങ്ങൾ ഇപ്പോഴും ലോകത്തിൻ്റെ കാതുകളുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹജ്ജത്തുൽ വദായിലെ പ്രസംഗം ഇപ്പോഴും ലോകം കേൾക്കുകയാണ്. അറഫ മൈതാനിയിലെ പ്രസംഗം, അല്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന് അറഫയിലെ ഏറ്റവും മനോഹരമായൊരു പ്രസംഗം നമ്മളെപ്പോഴും ലോകം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസംഗമാണ്. ഈ മനുഷ്യാവകാശ ദിനമൊക്കെ രൂപപ്പെട്ടു വന്ന ഈ മാഗ്ന കാർട്ടൊക്കെ രൂപപ്പെടുന്നത് ശരിക്കും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറ്റം ചെയ്ത ഒരു പ്രഭാഷണ ശകലത്തെ വികസിപ്പിച്ചുകൊണ്ടാണ്. അതവിടെ കിടക്കുകയാണ്. ഇതേപോലെയാണ് ഇത് ചില പ്രസംഗങ്ങൾ. ഇപ്പം ഗാന്ധിയുടെ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ ഒക്കെ ചില പ്രസംഗങ്ങളുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രസംഗങ്ങളാണ്. ഫലസ്തീനിലെ യാസർ അറഫാത്തിൻ്റെ ഒരു പ്രസംഗം പാലസ്തീനിലേക്ക് ലോക ജനതയുടെ ശ്രദ്ധ കൊണ്ടുവരുന്ന ഒരു പ്രസംഗം സ്കൂളുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എൻ്റെ ഒരു കയ്യിൽ സമാധാനത്തിൻ്റെ ചിഹ്നമായ ഒലീവലയുണ്ട്, മറുകൈയിൽ ആക്രമണത്തിൻ്റെ ചിഹ്നമായ പിസ്റ്റളുണ്ട്. എങ്ങനെ പറയുന്നത്? ഈ ഒലീവില താഴെ വീഴാതിരിക്കാൻ ലോകം സൂക്ഷിക്കണേ. ഇത് വീണോയാൽ പിന്നെ എൻ്റെ കയ്യിൽ ആക്രമണത്തിൻ്റെ ചിഹ്നമായ പിസ്റ്റൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പാലസ്തീനികൾക്ക് ഈ പിസ്റ്റൾ എന്താൻ അറിയാം, ലോകത്തോട് പ്രതികരിക്കാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് യാസർ അറഫാത്ത് നടത്തിയൊരു പ്രസംഗമാണ് ലോകത്തിൻ്റെ ശ്രദ്ധയെ പാലസ്തീനിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പറയുന്നത് ഒരു പ്രസംഗം കൊണ്ടാണ് യാസർ അറഫാത്ത് ലോകത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒരു കവിത കൊണ്ടാണ് സമൂഹത്തിൻ്റെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത്. വീരാൻകുട്ടി മാഷ് ഒരു കവിത ഉണ്ട്, ലളിതമായ ഒരു കവിത. ആ കവിത എങ്ങനെയാണ്? മഴയത്ത് ഒരു ഇല ചൂടി നടന്നു പോകുന്നു രണ്ടുപേർ. മനസ്സിലായോ? എനിക്കറിയില്ല, അല്ലേ? മഴയത്ത് ഒരു ഇല ചൂടി നടന്നു പോകുന്നു രണ്ടുപേർ. എന്നിട്ട് വീരാൻകുട്ടി മാഷ് ചോദിക്കുകയാണ്, അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ അറിയാനാകും? എങ്ങനെ അറിയാം? ഒരു ഇല ചൂടി രണ്ടാൾ നടന്നു പോവുകയാണ്. അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാനാവുന്നതാണ്? എങ്ങനെ അറിയാൻ കഴിയും? എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരുമോ? പിന്നെന്ത് ചെയ്യും? വീരാൻകുട്ടി മാഷ് ഉത്തരം പറയാണ്. ആ കവിതയിൽ തന്നെ ഒരു ഉത്തരം പറയുന്നത്, ആരാണ് കൂടുതൽ നനഞ്ഞതെന്ന് നോക്കിയാൽ മതി എന്നാണ്, അല്ലേ? ആരാണ് കൂടുതൽ, നമ്മൾ കുട കയറിയ പിന്നെ ആ കുടൻ്റെ കാലം അങ്ങോട്ടും ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങനെ രണ്ടാളും പൂർണ്ണമായിട്ട് നനഞ്ഞിട്ടേ കുടയിൽ നിന്ന് കയറുള്ളൂ. അപ്പോൾ തല്ലുണ്ടാകുന്ന എന്തിനാ? ഞാൻ നനയരുത്, ഓൻ വിചാരിക്കുന്നത് ഞാൻ നനയരുത്, മറിച്ച് അവൻ നനയരുത് എന്ന ബോധത്തിൽ നിന്നാണ് ഞാൻ നനയാൻ സന്നദ്ധനാകുന്നത്. അതിനാണ് വീരാൻകുട്ടി മാഷ് പറയുന്നത്. പിന്നെ അടുത്ത വരി പറയാണ്, ഒരു പാത്രത്തിൽ നിന്ന് രണ്ടുപേർ അപ്പം തിന്നാനിരിക്കുന്നു. രണ്ടുപേരും ഒരു പാത്രത്തിൽ നിന്ന് അപ്പം തിന്നാനിരിക്കുകയാണ്, അല്ലേ? അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്നെങ്ങനെ അറിയാനാകുന്ന? അപ്പം വീരാൻകുട്ടി മാഷ് പറയുന്നു, ഏറ്റവും ചെറിയ അപ്പത്തിന് വേണ്ടി തിടുക്കപ്പെട്ട വിരലുകൾ പരതിയാൽ മതി എന്നാണ്. നമ്മൾ കൊണ്ടുവച്ചതിന് നോക്കെന്താ, ഒരു പ്രത്യേക ആംഗിളിലൊരു നോട്ടുണ്ട്. അപ്പോൾ ഈ സദസ്സിൽ ഇങ്ങനെ ഒരു ഓറഞ്ച് കൈമാറ്റം ചെയ്യിച്ചോളൂ നിങ്ങളെ. ഇല്ല കേട്ടോ, ഇനി ചോദിക്കരുത്, ഞാൻ പോയതിനു ശേഷം ഒരു ഓറഞ്ച് ഇങ്ങനെ കൈമാറ്റം ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ
നമ്മളെന്താ ശരിക്കും ശ്രദ്ധിക്കുക നിങ്ങൾ പ്ലീസ്, പ്രയാസമില്ലല്ലോ, നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കാം. ഏറ്റവും വലിയ ഓറഞ്ച് വരുന്നത് ഇങ്ങനെ നോക്കും. അങ്ങനെ ആ ഓറഞ്ച് ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ കണ്ണായ്മ കൂടെ ഇങ്ങനെ പോവും. അങ്ങനെ വലിയ ഓറഞ്ചുകളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ പോയിട്ട് അവസാനം ഏറ്റവും ചെറിയ ഓറഞ്ച് എൻ്റെ മടിക്ക് എത്തുക. അപ്പോൾ നമ്മളത് പാസ് ചെയ്യാൻ ഒരു നിവൃത്തി ഉണ്ടാവില്ല. ചേട്ടാ, ഈ ഒരു നിരാശ നമ്മളിൽ രൂപപ്പെടുന്നത് നമ്മൾക്കാണ് ഏറ്റവും കുറവ് സ്നേഹമെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താണ്. അതാണ് സ്വാർത്ഥത. ഈ സ്വാർത്ഥതയെ നമ്മൾ ഉപേക്ഷിക്കണം. ജലാലുദ്ദീൻ റൂമി പറയുന്നുണ്ട്, ഉള്ളിൽ മധുരമുള്ളവർക്കേ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയും. ഈ ഉള്ളിലുള്ള മധുരമാണ് കല, ഉള്ളിലുള്ള മധുരമാണ് സാഹിത്യം. ഈ കലയും സാഹിത്യവും ഉള്ളിലുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, മനുഷ്യനെ കാണാൻ പറ്റുള്ളൂ. ആ കലയുടെ സാഹിത്യത്തിൻ്റെ ഏറ്റവും മൂർത്തമായ ഒരു ആശയത്തെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ എന്ന് പറഞ്ഞ്, ഭൂമിയിലുള്ളവരോട് മുഴുവൻ കരുണ പുലർത്തിയാൽ ആകാശത്തിൻ്റെ അധിപൻ നിങ്ങളോട് മമത പുലർത്തുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത്. ഈ സ്നേഹം നമ്മളിൽ നിന്ന് രൂപപ്പെട്ടു വരിക എന്നുള്ളത് പ്രധാനമാണ്. ആളുകളോട് മുഴുവൻ, പ്രകൃതിയോട് മുഴുവൻ, സമൂഹത്തോട് മുഴുവൻ ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രബോധന തന്ത്രത്തെ നമുക്ക് നമ്മുടെ വാക്കുകളിലൂടെ വികസിപ്പിക്കണം. ചില ആൾക്കാരെ മുന്നിൽ ഇങ്ങനെ ചെന്നിരുന്ന് നോക്കി, ചില പുസ്തകങ്ങൾ വായിച്ചു നോക്കി. ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകത്തിൻ്റെ പേര് ആരെങ്കിലും ഒന്ന് പറയാം? ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പുസ്തകം അതും ഇല്ലേ പിടച്ചോനെ? നിങ്ങൾ വായിച്ച, നിങ്ങളെ എന്ത് ചെയ്തു ത്രസിപ്പിച്ച ഏതെങ്കിലും ഒരു പുസ്തകം പ്ലീസ് നിങ്ങൾ പറയുന്നുണ്ട്. ഉറക്കെ പറഞ്ഞോ പുസ്തകത്തിൻ്റെ ആൽക്കമിസ്റ്റ്. ആരാ എഴുതിയ നിങ്ങൾക്ക്? പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്. എന്താണ് ആൽക്കമിസ്റ്റിൻ്റെ തീം? നിങ്ങളൊരു കർമ്മത്തിന് നിങ്ങൾ സന്നദ്ധരെങ്കിൽ ഈ ലോകം മുഴുവനും നിങ്ങൾക്കത് നേടിത്തരാൻ ലോകം ഒരുക്കമാണ് എന്നതാണ് ശരിക്കും. നമ്മളെ ശ്രമം അനിവാര്യമാണെന്നാണ്. അപ്പോൾ ആൽക്കമിസ്റ്റ് ഇത് ഏറ്റവും മനോഹരമായൊരു പുസ്തകമാണ്. ആ പുസ്തകം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത്? അതിനകത്ത് കാരണങ്ങളുണ്ടായിരിക്കും. അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ടായിരിക്കും. അവിടെ പാത്തുമ്മയുടെ ആട് പറയുന്ന ആൾക്കാരുണ്ടാവും. നബീസയുടെ കോഴി അതാരാ എഴുതിയ അറിയില്ലല്ലോ, അങ്ങനെ പുസ്തകം ഉണ്ടോ എനിക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ പാത്തുമ്മയുടെ ആട്, അല്ലെങ്കിൽ എന്ത് ചെയ്തു ആടുജീവിതം, ബെന്യാമിൻ്റെ ആടുജീവിതമായിരിക്കും, സന്തോഷ് ചിക്കാനത്തിൻ്റെ കൊമാലയായിരിക്കും. അങ്ങനെ പല പുസ്തകങ്ങളുണ്ടായിരിക്കും. ഇങ്ങനെ വെറുതെ ഞങ്ങൾ വായിക്കുന്ന സാധാരണ പുസ്തകങ്ങൾ, ഒരു പുസ്തകങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ പുസ്തകത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്ന ഒരു ആസ്വാദനമുണ്ട്. അതല്ലേ അല്ലേ? ശരിക്കും ആ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്ന ഒരു ആസ്വാദനമുണ്ട്. ഇതല്ലേ നിങ്ങൾക്ക് ആ പുസ്തകത്തെ ത്രസിപ്പിച്ചത്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷകൻ ആരാണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷകൻ, കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് ഏതോ ആകട്ടോ. മതപ്രഭാഷകനാകണം നിർബന്ധമൊന്നുമില്ല, ആരും ആകാം. മതപ്രഭാഷകനാകുന്നതിനും കുഴപ്പമില്ല. പ്ലീസ് ഒരാളെ പേര് വെറുതെ ഒരാളെ പേര് പറഞ്ഞോളേ. ആര്? കേട്ടില്ല? അനസമാനിയാണ്, പുഷ്പഗിരിയാണ്. ഓക്കെ, പുഷ്പഗിരി അനസമാനിയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അനസമാനിയുടെ പ്രഭാഷണത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അനസമാനിയുടെ സൗന്ദര്യം കൊണ്ടാവില്ലല്ലോ, നല്ല സൗന്ദര്യമുള്ളതുകൊണ്ടല്ലോ, മറിച്ച് പിന്നെന്താണ്? അനസമാനിയുടെ പ്രഭാഷണത്തിൻ്റെ ഒരു ശൈലി, അതിലൊരു വിഷയങ്ങളുടെ ഒരു ക്രമീകരണം, അത് നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. ശരിയല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസ് ഏതാണ്? പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, പറയൂ പ്ലീസ്. ഏതെങ്കിലും ഒരു ജ്യൂസ്. അധികം ജ്യൂസ് ഉണ്ടായിട്ട് നമ്മൾ ഹോട്ടലിൽ ചെയ്യുന്ന പോലെ തന്നെയാണല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു ജ്യൂസിൻ്റെ പേര് പറഞ്ഞാൽ മതി. അതാകെ കൺഫ്യൂഷനായി ഏത് ജ്യൂസാണെന്നുള്ളത്. അല്ലെങ്കിൽ തിന്നാനിരിക്കുന്ന നേരത്തെ നമുക്ക് ഈ പ്രശ്നമുണ്ട്, ഭക്ഷണം ഒന്നായിട്ട് നിരത്തി വെച്ചാൽ ഏതെടുക്കാന്ന്. പിന്നെ ആ കൺഫ്യൂഷൻ നമ്മൾ തീർക്കലെങ്ങനെ? എല്ലായിടത്താണ് തീർക്കലാണ്. അങ്ങനെ തന്നെ നമ്മൾ ജ്യൂസോടെ പോയാലും മിക്സഡ് ജ്യൂസ് കുടിച്ചാണ്ട് നമ്മൾ എന്ത് ചെയ്തു ആശ്വാസം കണ്ടെത്തലാണ്. എന്തായാലും ഒരു ജ്യൂസ്, ഒരു ഭക്ഷണം അല്ലേ, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ആ ഭക്ഷണത്തിൽ നിന്ന്, ആ ജ്യൂസിൽ നിന്ന് കിട്ടുന്ന ഒരു ആസ്വാദനം ഉണ്ട്. ഇതല്ലേ നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് അല്ലേ? ശരിക്കും അങ്ങനെ ഒരു സുഹൃത്തുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു സുഹൃത്തുണ്ടോ? ഏറ്റവും നന്നായി നിങ്ങൾ അടുത്തിടപഴകുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ആനന്ദം കിട്ടുന്ന സുഹൃത്തുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലേ? ഇല്ലേ? ഉണ്ടോ? ഉണ്ടായിരിക്കും. ഇല്ല? ഉണ്ടായിരിക്കാം. എനിക്കൊക്കെ ഉണ്ട്. ഞാൻ വൈകുന്നേരം ഇങ്ങനെ ചില സുഹൃത്തുക്കളുടെ കൂടെ ചായ കുടിക്കാൻ പോകും, ചില ആൾക്കാരെ കൂടെ പുസ്തകം വായിക്കാൻ പോകും, ചില ആൾക്കാരെ കൂടെ ഡിസ്കഷൻ നടത്താൻ പോകും, ചില ആൾക്കാരായിട്ട് കച്ചറ ഉണ്ടാക്കാൻ പോകും, സംവാദത്തിനും. അങ്ങനെ ആ ഒരു സൗഹൃദ ബന്ധമുണ്ട്. ആ സൗഹൃദ ബന്ധത്തിൽ നമുക്ക് വല്ലാത്തൊരു സുഖമുണ്ട്. അപ്പോൾ ആ സുഖത്തിന് നമ്മളിങ്ങനെ പോകും അല്ലേ? നിങ്ങൾ വെറുതെ ഇങ്ങനെ പോയിരുന്നിട്ട് ചായ കുടിക്കല്ലേ? ചായയും ചെറിയൊരു കടി മതി. പക്ഷെ എന്ത് ചെയ്തു, ആ ചായക്കകത്തുണ്ടാകുന്ന കുറേ സംസാരങ്ങളിൽ കിട്ടുന്ന ഒരു ആസ്വാദനമുണ്ട്. ഈ ആസ്വാദനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എല്ലാറ്റിലും ഉണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾ ആലോചിക്കുക,
നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും ആസ്വാദനം ലഭിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ എപ്പോഴെങ്കിലും വിലയിരുത്തി നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും ആസ്വാദനം ലഭിക്കുന്നുണ്ടോ? നിങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ആശയം ആർക്കെങ്കിലും ആസ്വാദ്യകരമായി അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വാക്കുകൾ ആർക്കെങ്കിലും ഇഷ്ടമായി മാറുന്നുണ്ടോ? നിങ്ങൾ കൈമാറ്റം ചെയ്യുന്ന നിങ്ങളുടെ ചിന്തകൾ ആരിലെങ്കിലും ചില അനുഭവ സ്പർശങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇതാണ് കല. അപ്പോൾ നിങ്ങൾ പടന്നാണ്ട് ഏതോ ഒരു മാപ്പിളപ്പാട്ട് ഇങ്ങനെ ഹക്കാന കോനമറാൽ തന്നെ പാടിയാണ് നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം കിട്ടിയാൽ ചിലപ്പോൾ ആളുകളിൽ ഒരു ചിന്ത ഉണ്ടാക്കിയില്ലെങ്കിൽ അത് പാട്ടല്ല, പിന്നെയോ അത് പാഴ്ശ്രമമാണ്, വെറുതെ സമയം കളഞ്ഞതാണ്. അപ്പോൾ നിങ്ങളെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വാക്കുകൾ, നിങ്ങളെ പ്രസംഗങ്ങൾ കൊണ്ട്, നിങ്ങളെ പാട്ടുകൾ കൊണ്ട് സമൂഹത്തിലൊരു പരിവർത്തനം ഉണ്ടാകണം. ഇപ്പോഴത്തെ പാട്ട് ഇല്ലുമിനാറ്റി അറിയാൻ അവർ പാടിയാണ് പോകും. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിന്ന് താളം പിടിച്ചാണ്ട് ഓലെന്തിനാ ചാടിയെന്ന് ഓൽക്കും അറിയില്ല, പാടിയാൾ എന്തിനാ പാടിയെന്ന് ഓൽക്കും അറിയില്ല. അങ്ങനെയെങ്കിൽ അപകടമാണ് സംഭവിക്കുന്നത്. അങ്ങനെ അപകടങ്ങളിലേക്ക് മാത്രം നമ്മളെ കൊണ്ടുപോകുന്നുള്ളൊരു താല്പര്യം വിപണിയുടെ കമ്പോളത്തിൻ്റെ ഒരു താല്പര്യമാണ്. കമ്പോളം ലക്ഷ്യം വെക്കുന്നുണ്ട്, നിങ്ങൾ ശരി കാണരുത്, ശരി കേൾക്കരുത്, ശരി അനുഭവിക്കരുത്, എല്ലാം തെറ്റായിരിക്കണം, ശരികേടായിരിക്കണം. ഷംസുദ്ദീൻ കുന്നമ്പത്ത് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കവിയുണ്ട്. അയാളൊരു കവിത പഠിത്ത് വായിച്ചത് എങ്ങനെയാണ്: നിന്നെ ചതിച്ചത് ഞാനല്ല, നിന്റെ കണ്ണാണ്. നീ കാണേണ്ടത് കണ്ടില്ല, കാണാൻ പാടില്ലാത്തത് കണ്ടു. ശരിയല്ലേ? അതിനല്ലേ ഇസ്ലാമിൻ്റെ ഒരു നിലപാട്, കറക്റ്റ് തീം തന്നെയല്ലേ? വഹും ഫി ഗഫ്ലത്തിൻ മുഅ്രിദൂൻ തന്നെയല്ലേ? അവർ അശ്രദ്ധയിൽ മുഴുകിയിരിക്കുകയാണ്. നിന്നെ ചതിച്ചത് ഞാനല്ല, നിന്റെ കാതാണ്. നീ കേൾക്കേണ്ടത് കേട്ടില്ല, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു. നിന്നെ ചതിച്ചത് ഞാനല്ല, നിന്റെ മനസ്സാണ്. നീ ചിന്തിക്കേണ്ടത് ചിന്തിച്ചില്ല, ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിച്ചു. ഇപ്പോൾ ശരി കാണാൻ പറ്റുന്നില്ല, ശരി കേൾക്കാൻ പറ്റുന്നില്ല, ശരി ചിന്തിക്കാനും പറ്റുന്നില്ല. ഈ ശരി മാത്രം അനുഭവിക്കുന്ന, ശരി മാത്രം ചിന്തിക്കുന്ന, ശരി മാത്രം ഉയർത്തുന്ന, ശരിക്കെതിരായ എല്ലാറ്റിനെയും ശരികേടായി തിന്മയായി കാണുന്ന പ്രത്യയശാസ്ത്രമാണ് വിശുദ്ധ മതം. അതാണ് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത. അത്രയൊക്കെ സ്ട്രിക്റ്റ് ആണോ ചില ആൾക്കാർ ചോദിക്കുന്നതിൻ്റെ പ്രശ്നം കാര്യങ്ങൾ. അല്പമെങ്കിലും ഈ തെറ്റിനെ പിന്തുണച്ചുകൂടെ എന്നതാണ് ആ ചോദ്യത്തിൻ്റെ പൊരുൾ. അത് പറ്റില്ല എന്നതുകൊണ്ടാണ് മതം അതിനെ കണിശമായി തടയുന്നത്. അപ്പോൾ ഒരു മതത്തിൻ്റെ ഒരു ഏറ്റവും സൂക്ഷ്മതയാണത്, ഒരു സൂക്ഷ്മത. അപ്പോൾ നോക്കി, നിങ്ങൾ ആഴമുള്ള ഒരു സമുദ്രത്തിൽ നിങ്ങൾ വുളൂ ചെയ്യുന്നിടത്ത് അമിതോപയോഗം പറ്റില്ലെന്ന് മതം പഠിപ്പിക്കുകയാണ്. വായിൽ വെള്ളം കൊപ്പിളിച്ചിട്ട് 4ാമത്തെ തവണയും നിങ്ങൾ തുപ്പുന്ന സമയത്ത് അതാ സമുദ്രത്തിൽ തന്നെ വീഴുന്നുണ്ട്. 3ാമത്തെ തവണ മുഖം കഴുകി 4ാമത്തെ തവണ കഴുകുമ്പോഴും ആ വെള്ളം ഈ ജലാശയത്തിൽ തന്നെ പതിക്കുന്നുണ്ട്. അപ്പോഴും മുത്തുനബി പറയാണ്, ആ സംസ്കാരത്തെ ഇസ്ലാം നിരാകരിക്കുന്നു, പറ്റുന്നില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിലൊരു നഷ്ടപ്പെടുന്നൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരു ദുർബലമായ ന്യായത്തെ ഉയർത്തുവാനുള്ള ഒരു പഴുതിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അവിടെയാണ് എന്ത് മനുഷ്യനോ അല്ലെങ്കിൽ സമൂഹത്തിനോ പ്രപഞ്ചത്തിനോ വിനാശകരമാകുന്ന ഒരു സംവിധാനത്തെയും ഇസ്ലാം അംഗീകരിക്കാതിരിക്കുമ്പോഴാണ് ഇസ്ലാം അഭിമാനമായ ഒരു പ്രത്യയശാസ്ത്രമായി മാറുന്നത്. അപ്പോഴാണ് വക്കാല ഇന്നനി മിനൽ മുസ്ലിമീൻ, നിശ്ചയം ഞാനൊരു അഭിമാനമുള്ള മുസ്ലിം. ഈ അഭിമാനബോധത്തിലേക്ക് എനിക്ക് കടന്നു വരാൻ പറ്റുന്നത് അപ്പോഴായിരിക്കും. ഞാനും SSF ആണ്, ഞാനും മുസ്ലിമാണ്, ഓലക്കണ്ട് ഞാനും ഉണ്ട് എന്ന അർത്ഥത്തിലേക്ക് വരുന്നത് അഭിമാനബോധം രൂപപ്പെടാത്തതിൻ്റെ അപകർഷതയുടെ ഒരു ലക്ഷണമാണ്. ഇപ്പോൾ പറയാൻ കഴിയില്ല, ആൾക്കാരുടെ മുന്നിൽ പറയാൻ കഴിയില്ല, 10 ആളെ മുന്നിൽ പോയിട്ട് പ്രകാശിപ്പിക്കാൻ പറ്റില്ല. 10 ആളുടെയൊക്കെ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു, ഞാൻ ഒറ്റപ്പെടുമെന്നൊരു ഭയം ഉണ്ടാവും. ആ ഒറ്റപ്പെടുമെന്നുള്ള ഭയം ഉണ്ടാകുന്നത് എൻ്റെ ആശയത്തിന്, എൻ്റെ പ്രത്യയശാസ്ത്രത്തിന് സൗന്ദര്യം കുറവാണെന്ന് എനിക്ക് തന്നെ തോന്നുകയാണ്. അല്ലെങ്കിൽ എൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ സൗന്ദര്യത്തെ ഓരെ ബോധ്യപ്പെടുത്താനുള്ള ആശയങ്ങൾ എന്നിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുകയാണ്. അതെൻ്റെ അറിവിൻ്റെ അനുഭവത്തിൻ്റെ പരിമിതിയാണ്. അറിവിൻ്റെ അനുഭവം. ഒരു ക്ലാസ് റൂമിൽ നിങ്ങൾ ഇരിക്കുക തുടങ്ങിയ ഒരു ക്ലാസ് റൂമിൽ നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അതൊരു ജനറൽ ക്ലാസ് റൂമാണ്, സ്കൂൾ ക്ലാസ് റൂമാണെന്ന് സങ്കല്പിക്കാം. അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉള്ളൊരു ക്ലാസ് റൂം, എല്ലാ തരം മനുഷ്യരുള്ളൊരു ക്ലാസ് റൂമിനകത്ത് നിങ്ങൾ ഇരിക്കുന്നിടത്ത് നമുക്കൊരു അപകർഷത ഇല്ലേ? ആ അപകർഷത എന്താണ് ശരിക്കും? ഞങ്ങൾ പിന്നെ ഇടുക്കിയിൽ ഒരു ക്യാമ്പസിൽ ഞങ്ങളിങ്ങനെ ചെന്നു, പഠനാവശ്യാർത്ഥം ഇങ്ങനെ ചെന്നപ്പം ഞങ്ങളിങ്ങനെ ഏകദേശം ഇങ്ങനെ മുത്താലിമികളാണ് കൂടുതലുള്ള ആൾക്കാർ, ഞാൻ മാത്രമേ ഇങ്ങനെ ഒരാളുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ചെന്നപ്പം അവിടെ കൂടുതലുള്ള ആൾക്കാർക്കും നമ്മളെ കണ്ടിട്ട് പിടിച്ചില്ല. നമ്മളെ കണ്ടിട്ട്, നമ്മളെ ഈ വേഷം കോലൊക്കെ പാടെ കണ്ടിട്ട് ആർക്കും നമ്മളെ ഇഷ്ടമായില്ല. കുറേ മൊയിലേരിട്ടികൾ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ഒരു ലോകം തിരിയാത്ത കാഴ്ചപ്പാടിൽ കുറേ മനുഷ്യന്മാരിങ്ങനെ വലിഞ്ഞു കയറി വന്നിക്കുക. അവിടെ നല്ല കൈകൊട്ടി ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കയറി ചെന്നപ്പം എല്ലാവരും നമ്മളെങ്ങനെ ഒരു തരം ഒരു പ്രത്യേക നോട്ടം ഉണ്ടല്ലോ, ആ ഒരു ആക്കിയ നോട്ടം, ആ നോട്ടം ഇങ്ങനെ നോക്കിയുണ്ട്. അപ്പോൾ ആ ഫെസ്റ്റിനകത്തേക്ക് കയറി വന്നിട്ട് നിങ്ങൾ ആരാണ് കലാപരിപാടി അവതരിപ്പിക്കുക എന്നാണ് നമ്മളോട് പ്രിൻസിപ്പൾ ചോദിച്ചത്. നിങ്ങൾ ആരാണ് അവതരിപ്പിക്കുക? നമ്മളെല്ലാവരും റെഡി അവതരിപ്പിക്കാൻ.
പക്ഷേ പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും, എനിക്ക് പാട്ടറിയില്ല. പ്രസംഗിക്കണമെങ്കിൽ ഞാൻ ഒപ്പിച്ച് പ്രസംഗിച്ചോളാം. പിന്നെ മൗലിക മത്സരം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, കൂടി വെക്കാം, മാലപ്പാട്ടിന് കൂടി വെക്കാം, അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ എന്ത് ചെയ്തു, ഇപ്പം നമുക്ക് എന്താണ് മത്സരം എന്നറിയാത്തതിൻ്റെ ഒരു ആശങ്കയല്ലേ. ഞങ്ങളോട് ആദ്യം ചോദിച്ചു നിങ്ങൾ ആശങ്കയിൽ നിന്നില്ലേ, പഠിച്ചോനെ എന്താ ഇപ്പോൾ പറയുക, കലാവിച്ചാൽ അല്ലെ ഒരു ആശയക്കുഴപ്പങ്ങളുണ്ടായി. ഞങ്ങൾ അതേ ആശയക്കുഴപ്പത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഒരു ഉത്കടമായ ആഗ്രഹമുണ്ട്, ഞങ്ങളെ പ്രതിഫലിപ്പിക്കണം, അത് നിർബന്ധമാണ്. നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് കൂട്ടത്തിലൊരാൾ, നമ്മൾ ആർക്കും ആവശ്യമില്ലാത്തൊരു സമയത്ത് ഉള്ള എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരൊക്കെ ഉഷാറാണെന്ന് ഒരു സ്വയം വിചാരിക്കുകയും ഞങ്ങളൊക്കെ മോശക്കാരാണെന്ന്, ഈ താടിയും തൊപ്പിയും ഇത് വേഷവിധാനങ്ങളും കണ്ട് മാത്രം നിങ്ങൾ മോശക്കാരാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിന് മുന്നിൽ മഴദിനിൽ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ ഇല്ല, ആളെയൊന്നും വെളിപ്പെടുത്തുന്നില്ല, ഒരു കുട്ടീൻ്റെ നമ്മളെ കൂടെ താലിമാണ്. കൂട്ടത്തിൽ എന്ത് ചെയ്തു, തീരെ ഒരു കൊലത്തിലല്ല ഉപരി കോപ്പിയൊക്കെ കുറച്ചുകൂടി പേര് ചരിച്ചിട്ടാട്ടെ, കുറച്ചുകൂടി ചരിച്ചിട്ട് ഉപരി എന്ത് ചെയ്തു, കണ്ടാൽ തന്നെ ഒരു അലസമായ ഭാവത്തിൽ ഇവരിങ്ങനെ എന്നിട്ട് ഞാൻ സംസാരിക്കാൻ സന്നദ്ധനാണ്. അപ്പോൾ നിങ്ങൾ എന്താ സംസാരിക്കാമെന്നാണ് രവീന്ദ്ര മാഷ് ചോദിച്ചത്. ഞാൻ ഏത് ഭാഷയും സംസാരിക്കുന്നത്. അപ്പോൾ അവർ ഏത് ഭാഷയും സംസാരിക്കുമോ? ഏത് ഭാഷയും സംസാരിക്കും. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ സ്പാനിഷ് ഭാഷയിൽ സംസാരിക്കപ്പോൾ റെഡിയാണ് കാരണം മൂപ്പർക്ക് അത് ഭയങ്കര അത്ഭുതകരമായി തോന്നി. സ്പാനിഷ് ഭാഷ പറഞ്ഞാൽ ആ സാധനം പറഞ്ഞ ഭാഷ ഉള്ളതിൻ്റെ ഒരു കേട്ടിട്ടുണ്ടാവില്ല. ആ സമൂഹമാണ് എല്ലാം തികഞ്ഞു തിരിക്കുന്നത്. ഈ മുത്തായാലും ഇങ്ങനെ ചെറിയൊരു മുത്തായാലുമാണ് കയറിയിട്ട് എന്ത് ചെയ്തു, മൂപ്പര് സ്പാനിഷ് ഭാഷയിൽ ഒരു 5-6 മിനിറ്റാണ് സംസാരിച്ചു. ആ സദസ്സ് ഇങ്ങനെ എന്ത് ചെയ്തു, 100% സൈലൻ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആളുകൾ എങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് ബോധ്യമില്ല. ആ രൂപത്തിൽ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ട് കൂട്ടുള്ള എല്ലാവരും ബെഞ്ചമിൽ ഡെസ്കിൽ കൈയടിച്ച് വലിയ പ്രോത്സാഹനം കിട്ടിയിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഞങ്ങളെ കാര്യങ്ങളൊക്കെ സാധിച്ചു. ശരിക്കും നമ്മളെന്ത് ചെയ്തു, നേരത്തെ അങ്ങോട്ട് ചെന്നപ്പോൾ നമ്മളോടുണ്ടായിരുന്ന ഒരു അവഗണന ഉണ്ടല്ലോ, നമ്മളെ കണ്ണിൽ പിടിക്കാത്ത കുറേ മനുഷ്യന്മാരുണ്ടല്ലോ, ഒരു ശരിക്കും ഹൃദയം കൊണ്ടിങ്ങനെ എഴുന്നേറ്റുന്നേ, വേറെ നെഞ്ചെന്ന് എഴുന്നേറ്റുണ്ടെന്ന് എനിക്കറിയില്ല, ഹൃദയം കൊണ്ടിങ്ങനെ എഴുന്നേറ്റ് നമ്മൾ അഭിവാദ്യം ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഒരൊറ്റ മുത്തഅല്ലിമാണ് ശരിക്കും നമ്മൾ ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രത്തിന് സൗന്ദര്യമുണ്ട് എന്ന് ആ വലിയൊരു സമൂഹത്തിന് മുന്നിൽ പ്രതിഫലിപ്പിച്ചത്. അദ്ദേഹം അതിന് സന്നദ്ധരായില്ലെങ്കിലോ തെറ്റിദ്ധരിക്കപ്പെടുന്നത് വന്നയാളല്ല, അല്ലല്ലോ, ആ അന്നയാൾ ഉൾക്കൊള്ളുന്ന മതത്തെ, അയാളുടെ ആശയത്തെ ചെറുതായി കാണുന്നവർക്ക് മുന്നിലാണ് ഈ ആശയം ഇത്രമേൽ വലുതാണെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് പറ്റിയത്. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചത്, അതാണ് ദഅവത്ത്. ഈ ദഅവത്താണ് ശരിക്കും നമുക്ക് കല, അല്ലേ, നമുക്ക് നമ്മുടെ സാഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ ദഅവത്താണ്. ഈ ദഅവത്ത് എന്ന് പറയുന്നതാണ് സ്രഷ്ടാവിൻ്റെ വരദാനമായി ലഭിച്ച നമ്മുടെ കഴിവുകളെ, നൈസർഗികതയെ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം പാടി തീർക്കേണ്ടതല്ല. ചില ആൾക്കാർ അങ്ങനെ ഇരിക്കും, ഈ സ്റ്റീൽ ഗ്ലാസ് വെച്ചാണ്ട് ഇങ്ങനെ അതുകൊണ്ട് കർണാട്ടിക് സംഗീതം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. 2 പാത്രം കിട്ടിയതുകൊണ്ട് കർണാട്ടിക് സംഗീതം, ബാത്റൂമിൽ പോയി തരുന്നാണ്ട് ബക്കറ്റും കപ്പ് എടുത്താണ്ട് മറ്റവനെ പരിഗണിക്കാതിരുന്നാണ്ട് മുട്ടിപ്പാടുന്ന ആൾക്കാരുണ്ടാവും, അല്ലെ, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരിക്കും. വിൻസ്റ്റൺ ചർച്ചിൽ പ്രസംഗം പഠിച്ചത് ബാത്റൂമിലാണെന്ന് ചരിത്രത്തിൽ കാണാം. വിൻസ്റ്റൺ ചർച്ചിൽ വലിയ ആളാണല്ലോ, ബ്രിട്ടൻ്റെ വലിയ അധികാരിയാണ്. ഒരു ബാത്റൂമിൽ പോകുമ്പോൾ നമ്മൾ പോകുന്ന പോലെയല്ല, പോകുന്നത് നമ്മൾ പോലെ ആയിരിക്കും, പക്ഷേ അങ്ങനെയല്ല, പോകുമ്പോൾ കൂടെ ആൾക്ക് അംഗരക്ഷകരും പരിചാരകരും പട്ടാളക്കാരൊക്കെ ഉണ്ടാവും. ഒരു ബാത്റൂമിൽ പോകുമ്പോൾ നമ്മളവിടെ ആരും ഉണ്ടാവില്ല, അല്ലേ, നമ്മളവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അസ്വസ്ഥതയാണ് പിന്നാണ്ട് പോകാൻ. ആരും ഇല്ലാത്തവിടെ നമുക്ക് പോകാൻ ഇഷ്ടം. പക്ഷേ വിൻസ്റ്റൺ ചർച്ചിൽ പോകുമ്പോൾ കൂടെ പട്ടാളക്കാരും പരിചാരകരും അംഗരക്ഷകരും എല്ലാം കൂടി തോക്കും പടിയൊക്കെ കയറ്റി ടോയ്ലറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരാളിങ്ങനെ തോക്കൊക്കെ കയറ്റി നിൽക്കും, കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. വിൻസ്റ്റൺ ചർച്ചിൻ്റെ പണി എന്താ വെച്ചാൽ ബാത്റൂമിൽ പോയിട്ട് ഗംഭീരമായി പ്രസംഗം, ഒരു പെരും പ്രസംഗം നടത്തും. ആ പ്രസംഗം ഇങ്ങനെ എൻ്റെ ശബ്ദമുഖരിതമായി ഇങ്ങനെ മുഴങ്ങിയപ്പം പുറത്തിരിക്കുന്ന എന്ത് ചെയ്തു, അംഗപരിരക്ഷകൻ അയാൾ എന്ത് ചെയ്തു, കഥകിന് മുട്ടിയിട്ട് പ്രഭു രാജാവേ എന്തോ പറഞ്ഞോന്നാ, അങ്ങെന്തോ പറഞ്ഞോന്നാ. അപ്പോൾ ചർച്ചിലിങ്ങനെ കഥ തുറന്നുകൊണ്ട് ഇയാളോട് താനെന്താ ചോദിച്ചു, താങ്കൾ എന്തോ പറഞ്ഞോ, ബാത്റൂമിൽ എന്തോ ആവശ്യപ്പെട്ടോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇയാൾ പറഞ്ഞോടോ, തന്നോടല്ലടോ, ഞാൻ ബ്രിട്ടീഷ് പൊതുസഭയോടാണ് സംസാരിച്ചത്. അവൻ ബ്രിട്ടീഷ് പൊതുസഭയോടൊപ്പം സംസാരിക്കുന്നതിനുള്ള ഉത്തരന്നിട്ടാണ്. അങ്ങനെയാണ് ചർച്ചിൽ പ്രസംഗം പഠിച്ചത് ചരിത്രത്തിൽ കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കും അങ്ങനെ ഒറ്റയെ ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒറ്റയെ ആഘോഷിക്കേണ്ടത് സംഘം ചേർന്നുകൊണ്ടാകുമ്പോഴാണ് ആ ആഘോഷത്തിന് സർഗാത്മകത ഉണ്ടാകുന്നത്. അതാണ് സംഘടനയുടെ കരുത്ത്, യദുല്ലാഹി അലൽ ജമാ നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളെക്കാൾ ഏറ്റവും രസകരമാക്കി നമ്മളെ മാറ്റുകയാണ് ശരിക്കും ഈ സംഘം ചേരയിലൂടെ. അപ്പോൾ നിങ്ങൾ പാടുന്നത്, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ലെന്ന ബോധമാണ് നമ്മുടെ കല. അത് നാളേക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, പടച്ചോന് വേണ്ടി, അല്ലേ, ശരിക്കും ഈ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോഴാണ് നമ്മളിലെ നമ്മൾ വികസിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ചെറുതായി മാറും. കവി പാടുന്നുണ്ട്, ഫ്ലാറ്റിന് മുന്നിൽ കണ്ടത് ചെമ്പോത്താണെന്ന് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി. ഒരു ചെമ്പോത്ത് ഇങ്ങനെ മുന്നിൽ വന്ന് കുത്തിരുന്നപ്പോൾ ഇയാളിങ്ങനെ നോക്കി അടച്ചാൽ ഇതെന്താ സാധനം, കയ്യാമത്തെ നാളിൻ്റെ അടയാളത്തെയാണ് എന്തെന്നും അറിയില്ല. അവസാനം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മനസ്സിലായി, ആ ചെമ്പോത്താണ്, അല്ലേ. ഇങ്ങോട്ട് കവി പാടുക, ഭാഗ്യം ഗൂഗിളില്ലായിരുന്നുവെങ്കിൽ തുലഞ്ഞു പോയേനെ പക്ഷി നിരീക്ഷണം.
എനിക്കൊന്നും അറിയില്ല, ഞാൻ ഇതിൻ്റെ അകത്ത് മാത്രം, ഈ സോഷ്യൽ സ്പേസിനകത്ത് മാത്രം ചുരുങ്ങിപ്പോയ ഞാൻ, എനിക്ക് ഈ ലോകത്തെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എൻ്റെ വീട്ടുകാരെ പോലും തിരിച്ചറിയുന്നില്ല, എൻ്റെ ഫ്രണ്ട്സിനെ അറിയുന്നില്ല, ഞാൻ ആരോടുമായി എനിക്കൊരു ബന്ധമില്ലാതെ ഞാൻ എന്നിലേക്ക് മാത്രം ചുരുങ്ങുന്നത് സ്വാർത്ഥതയാണ്. മറിച്ച് അയാൾ ചെയ്യേണ്ടത് അയാളിൽ നിന്ന് പുറത്തു കടക്കാന്നാണ്. ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്നിൽ നിന്ന് മോചിപ്പിക്കുക, ഞാനിൽ നിന്ന് പുറത്തു കടക്കാണ്. അപ്പോഴാണ് എനിക്ക് സാമൂഹ്യബോധം ഉണ്ടാകുക. ഈ സാമൂഹ്യബോധമാണ് ശരിക്കും നമ്മുടെ പ്രബോധനം. അതുകൊണ്ട് നമ്മുടെ കല, നമ്മുടെ സാഹിത്യം, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രഭാഷണം, നമ്മുടെ എഴുത്ത്, നമ്മുടെ ചിന്ത, നമ്മുടെ ചിത്രം, നമ്മുടെ ആവിഷ്കാരങ്ങൾ ഒക്കെയും നാളേക്ക് വേണ്ടി, പടച്ചവന് വേണ്ടിയുള്ളതാകുമ്പം അത് പ്രതിഫലാർഹമായി മാറും എന്നതാണ് ഈ സന്ദേശം എനിക്ക് കൈമാറ്റം ചെയ്യാനുള്ളത്. എല്ലാവരോടും പ്രാർത്ഥനാ വസിയത്തോടെ എല്ലാവിധ സ്നേഹാഭിവാദനങ്ങളും ഈ പ്രോഗ്രാമിന് നേർന്ന് വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.